കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുനന്ദയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് ചെന്നതായിരുന്നു നിധി. പക്ഷേ ആ വീട്ടുകാർ ഒട്ടും തന്നെ അതിനൊന്നും സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ സുഭാഷ് എല്ലാവരെയും കുറേ അധികം ചീത്ത പറയുന്നുണ്ട്. എന്തിനാ നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോയത്? നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ബാക്കിയുള്ളവരെയൊക്കെ നാണം കെടുത്താൻ വേണ്ടിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുഭാഷ് ഏട്ടൻ എല്ലാവരോടും അങ്ങ് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് നിധി സുഭാഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയി മാപ്പ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ സുഭാഷ് ഏട്ടൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. തെറ്റായി പോയി എങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ മാപ്പ് പറയാണ്. പക്ഷേ നിധി മാപ്പ് ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടൻ അത് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെയൊന്നും പറയരുത് മോളെ, നീ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, എൻ്റെ സുധീഷിൻ്റെ ഭാര്യ ആയിരിക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പിന്നീടാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. നീ ഇവിടെ നിന്ന് പോവരുതേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വീട് വിട്ട് നീ പോവുകയാണെന്ന് ചിന്തിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ നീ ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറിയിരിക്കുകയാണ്. നീ ഒരിക്കലും ഈ വീട് വിട്ട് പോവരുതെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ കാരണമല്ല ഈ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്ത് പ്രശ്നങ്ങൾ? അതൊന്നും നീ കാര്യമാക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങോട്ട് സമാധാനിപ്പിക്കുകയാണ് സുഭാഷ്. പിന്നീട് നിധിയും സുധീഷും കൂടി എല്ലാവരും കൂടി ചേർന്ന് സുഭാഷിന് വേണ്ടിയിട്ട് വേറൊരു കല്യാണാലോചന നോക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഒരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു മാട്രിമോണി സൈറ്റിൽ കണ്ടിട്ട്. പക്ഷേ ആ പെൺകുട്ടിക്ക് സുഭാഷിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ബന്ധം ഇഷ്ടമില്ല എന്ന്. അത് സുഭാഷിനോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു മടിയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ അത് സങ്കടമാവില്ലേ എന്ന് ചിന്തിച്ചിട്ട് അവൾക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മോശമല്ലേ. ഒടുവിൽ സുധീഷ് തന്നെ സുഭാഷിനോട് കാര്യം അവതരിപ്പിക്കുകയാണ്. സുഭാഷ് ഏട്ടാ, നമുക്ക് വേറൊരു പെണ്ണ് കാണാൻ പോവാമെന്ന് പറയും. ആ പെണ്ണ് സെറ്റാവില്ല എന്ന് സുധീഷ് പറഞ്ഞു. അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതെന്താ, ആ പെണ്ണിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോഴേക്കും നിധി ഇടപെട്ട് പറഞ്ഞു, അതെ സുഭാഷ് ഏട്ടാ, ആ പെൺകൊച്ചിനെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ പെൺകൊച്ചിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന്. സുഭാഷ് ഏട്ടനെ ആർക്കായാലും ഇഷ്ടപ്പെടുമല്ലോ. സുഭാഷ് ഏട്ടൻ അത്രയ്ക്ക് നല്ല സ്വഭാവമല്ലേ. പക്ഷേ ആ പെൺകൊച്ചിനെ ഞങ്ങൾക്കാ ഇഷ്ടപ്പെടാത്തത് എന്ന് നിധി കള്ളം പറഞ്ഞു. എന്നിട്ട് നിധി പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു ആലോചന വന്നിട്ടുണ്ട്, നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഒന്ന് കാണാമെന്ന് പറയും. പക്ഷേ അതിന് സമ്മതമാണോ എന്ന് സുഭാഷ് പറഞ്ഞില്ല. സുഭാഷ് ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്കങ്ങ് കയറിപ്പോവാണ് ചെയ്തത്. ഈ സമയത്തന്നെ സുധീഷിനോടും നികേഷിനോടും ഒക്കെ നിധി ചോദിച്ചു, സുഭാഷ് ഏട്ടൻ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇഷ്ടപ്പെടാതെ പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ സുഭാഷ് ഏട്ടൻ ഇനി ആ പെൺകുട്ടിയെ കാണാൻ വരാതിരിക്കുമോ എന്ന് നിധി പേടിച്ചു. ഇത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ചിലപ്പോൾ അങ്ങനെ ചാൻസ് ഉണ്ട്. സുഭാഷ് ഏട്ടൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ ആർക്കറിയാം. അന്നേരം നിധി പറയുന്നത്, നമുക്ക് ഏതായാലും ഒന്ന് സംസാരിക്കാം. നാളെ എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടനെ കൂട്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയെ കാണാൻ പോകണം. ഇതിനു മുൻപ് മറ്റേ പെൺകുട്ടിയെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ഇതങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് നിധി വിശ്വസിക്കുന്നു. ഹരീഷ് പറയുന്നത്, നമുക്ക് ട്രൈ ചെയ്യാനല്ലേ പറ്റൂ. സുഭാഷ് ഏട്ടനെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം, എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാമെന്ന് പറയും. സുഭാഷ് ഏട്ടനല്ലേ ഇവിടെ തീരുമാനമെടുക്കേണ്ട ആള്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സുഭാഷ് ഏട്ടന് തോന്നണം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നൊക്കെ. ഇനിയിപ്പോൾ സുനന്ദയാണോ മനസ്സിലുള്ളതെങ്കിൽ അത് എത്രത്തോളം നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിധി പറയുന്നുണ്ട്, സുനന്ദയുടെ വീട്ടുകാർ അവളുടെ വിവാഹം നടത്തുന്നതിന് മുൻപ് തന്നെ സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നമ്മൾ നടത്തണം, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടനത് ഭയങ്കര വിഷമമായിരിക്കുമെന്ന് പറയും. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ സുഭാഷ് ജോലിക്ക് പോകാനായി ഇറങ്ങുകയാണ്. ആ സമയത്തിന് നിധി വന്ന് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി എന്ന്. മോൾ ഏത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ, അല്ല സുഭാഷ് ഏട്ടാ, പെൺവീട് കാണാൻ പോകുന്ന കാര്യം ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ. മാട്രിമോണി കോളത്തിൽ വേറൊരു ആലോചന വന്നിട്ടുണ്ട്. ഓ അതാണോ? എപ്പോഴും നമ്മളിങ്ങനെ പെൺവീട് മാത്രം കണ്ടുപോയിട്ട് കാര്യമുണ്ടോ? വീട്ടിലെ കാര്യങ്ങൾ നടക്കേണ്ടേ? ജോലിക്ക് പോവേണ്ടേ? ജോലിക്ക് പോയില്ലെങ്കിൽ പൈസ ഉണ്ടാവില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ തിരിച്ചു ചോദിച്ചു. നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം അതൊക്കെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവട്ടെ. പക്ഷേ പെൺവീട് കാണാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പോയി കണ്ടതല്ലേ ഉള്ളൂ. ഇനി കുറച്ച് സാവകാശം വേണമെന്ന് സുഭാഷ് ഏട്ടൻ പറയാണ്. നമുക്ക് എടുത്തു ചാടി എപ്പോഴും ഇങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. എന്നാൽ ശരി, ഞാൻ ജോലിക്ക് പോവട്ടെ എന്നും പറഞ്ഞ് സുഭാഷ് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. ആ സമയത്ത് സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് അടുക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ്റെ മനസ്സ് മുഴുവൻ സുനന്ദയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും. സാരമില്ല, സുഭാഷ് ഏട്ടൻ എന്തായാലും പെൺവീട് കാണാൻ പോകാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ എന്നാ പോകാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിധി പറയാണ്. ഹരീഷ് പറയുന്നത്, സാരമില്ല, സുഭാഷ് ഏട്ടൻ സമ്മതിച്ച കാര്യമല്ലേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇതുപോലെ കുറേ ആലോചനകൾ പുള്ളിക്ക് വന്നിട്ടുണ്ട്, സുഭാഷ് ഏട്ടൻ പോയി കണ്ടിട്ടുമുണ്ട്.
അവസാനം അങ്ങ് മടുത്തു പോയതാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പാവം സുഭാഷേട്ടൻ, ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരിക്കും എന്തെങ്കിലും കല്യാണം നടക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ വന്ന് ഓരോ ദിവസം ആലോചനകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഉള്ള പ്രതീക്ഷകൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അന്നേരം നിധി പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും നമ്മൾ സുഭാഷേട്ടൻ്റെ കല്യാണം നടത്തിയിരിക്കും. സുധീഷ് പറയുന്നുണ്ട്, അതെ, സുനന്ദയുടെ കല്യാണത്തിന് മുൻപ് തന്നെ സുഭാഷേട്ടൻ്റെ കല്യാണം നടത്തണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. പിന്നീട് കാണിക്കുന്നത് നിധി ക്ഷേത്രത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൻ്റെ ആൽച്ചുവട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് സുനന്ദയെ കാണുന്നത്. സുനന്ദ പ്രാർത്ഥിച്ചു വരുന്ന വഴിയായിരിക്കും. നിധിയെ കണ്ടപ്പോൾ തന്നെ സുനന്ദ അടുത്തേക്ക് വന്നു. നിധി ഒന്ന് നോക്കിയപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, സോറി കേട്ടോ നിധി, ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ വീട്ടിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. സുഭാഷേട്ടന് വേണ്ടിയിട്ടാണ് നിധി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. അല്ല, സുഭാഷേട്ടൻ പറഞ്ഞിട്ടാണോ നിധി അന്ന് വീട്ടിലേക്ക് വന്നത് എന്ന് സുനന്ദ ചോദിച്ചു. നിധി പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, സുഭാഷേട്ടൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്നത്. പക്ഷേ എനിക്ക് തോന്നി സുനന്ദക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണല്ലോ, അപ്പോൾ വീട്ടിൽ വന്ന് ആലോചിക്കുകയാണെങ്കിൽ സമ്മതിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയും. സുധീഷും നികേഷും ഒക്കെ പറഞ്ഞതാ പോവണ്ട എന്ന്. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവരെൻ്റെ കൂടെ വന്നത്. ഒടുവിൽ നാണം കെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോവേണ്ടി വന്നു എന്നിങ്ങനെ പറയാണ് നിധി. സോറി കേട്ടോ, എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അവരൊരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. പക്ഷേ എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ്. ഇത് കേട്ടതിനും നിധി ചോദിച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്താ ഗുണം? ഇപ്പോൾ സുനന്ദയുടെ മനസ്സിൽ നിറയെ സുഭാഷേട്ടനാണ്. അങ്ങനെ ഒരാളെ വെച്ചിട്ട് സുനന്ദ വേറൊരാൾക്കുള്ള കല്യാണം കഴിക്കാൻ പോകുന്നത് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. സുനന്ദ പറയുന്നത് എനിക്കും അതറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, സുനന്ദ ഒറ്റക്കാണോ വന്നത്? വീട്ടുകാർ ഒറ്റയ്ക്ക് വിടുമോ എന്നൊക്കെ നിധി ചോദിച്ചു. ഇല്ല, അമ്മയുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് സുനന്ദ വേഗം തന്നെ ലളിതയുടെ അടുത്തേക്ക് ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിധി അവിടെ ഇരിക്കുന്നത് ലളിത കണ്ടു. ലളിതക്ക് അവളെ കാണുമ്പോൾ തന്നെ അങ്ങ് ദേഷ്യം വരികയാണ്. ലളിത നേരെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ മോളെ കണ്ട് സംസാരിക്കാനാണോ നീ വന്നത് എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട്, അനാവശ്യം പറയരുത്. എടി എന്താടി അനാവശ്യം പറഞ്ഞത്? സത്യമല്ലേ, എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ലളിത അങ്ങ് ആക്രോശിക്കും. ഇത് കേട്ട ഉടനെ തന്നെ നിധി ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ കാണാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നത് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാനാണ്. എന്താ നിങ്ങളുടെ മോള് വല്ല ഭഗവതിയോ മറ്റോ ആണോ എന്നൊക്കെ തിരിച്ചു ചോദിക്കാണ് നിധി. ലളിത പറയുന്നത്, എടി നീ കൂടുതൽ അങ്ങ് ആളാവൊന്നും വേണ്ട. അതെ, ഞാൻ ആളാവും. നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നാൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് ക്ഷേത്രമാണെന്ന് നിധി നല്ല കടുത്ത മറുപടി അങ്ങ് കൊടുത്തു. ലളിത പറയുന്നുണ്ട്, അറിയാടി, വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആട്ടിയിറക്കിയതിൻ്റെ ദേഷ്യമല്ലേ നിനക്ക് എന്ന്? എന്ത് ആട്ടിയിറക്കിയതിൻ്റെ ദേഷ്യമോ? നിങ്ങളുടെ മകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ലളിത പറയുന്നുണ്ട്, എടി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. എൻ്റെ മോളെ കിട്ടിയിട്ടുണ്ട്. അവളെ നീ അടിച്ചു മാറ്റി കൊണ്ടുപോകാനൊന്നും നോക്കണ്ട എന്ന് പറയും. പിന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. എൻ്റെ സുഭാഷേട്ടന് വേണ്ടി ഒരിക്കലും അതില്ല. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ് എന്ന് പറയണ നിധി. പിന്നെ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾ വലിയ കൊമ്പത്തെ ആൾക്കാരാണെന്ന്. നീ ഇപ്പം താമസിക്കുന്നത് വലിയ മണിമാളികയിലൊന്നുമല്ലല്ലോ. 3 മാസമായിട്ടേ ഉള്ളൂ നീ ആ വീട്ടിലേക്ക് വന്നിട്ട്. എന്നിട്ടാണോ നീ ഇത്രമാത്രം അഹങ്കാരം കാണിക്കുന്നത് എന്ന് ചോദിക്കാണ് ലളിത. അന്നേരം നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തേക്കാൾ അന്തസ്സുള്ള കുടുംബമാണത്. അന്നേരം ലളിത പറയുന്നത്, കൊലയാളിയുടെ കുടുംബമാണോ അന്തസ്സുള്ളത് എന്ന് ചോദിക്കും. അതെ, നിങ്ങൾ കണ്ടോ, നാട്ടുകാർ പറയുന്ന കേട്ടറിവല്ലേ നിങ്ങൾക്കുള്ളൂ. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തായാലും കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നിധി ലളിതയോടങ്ങ് ചൂടായി. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ലളിത ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, വീട്ടിൽ 3-4 പേരുണ്ട്, അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കും. അപ്പോൾ നിങ്ങൾ കണ്ട വഴി ഓടുമെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടപ്പോൾ ലളിതയ്ക്ക് ആകെ ടെൻഷനായി. എങ്ങാനും അവർ വന്നാലോ എന്ന് കരുതിയിട്ട് ലളിത സുനന്ദയോട് പറയുന്നുണ്ട്, വാ മോളെ നമുക്ക് പോവാം. ഇവളെയൊക്കെ കണ്ടു നിന്നാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പിറുപിറുത്തുകൊണ്ടായിരിക്കട്ടോ സുനന്ദയെ കൂട്ടിക്കൊണ്ട് തന്നെ ലളിത അവിടെ നിന്നങ്ങ് പോകുന്നത്. അന്നേരം നിധിക്ക് നല്ല രീതിയിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവരെന്ത് സ്ത്രീയാണ് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കാണ് നിധി. പിന്നീട് പിറ്റേ ദിവസം സുഭാഷിൻ്റെ അടുത്തേക്ക് നിധി വന്നു. സുഭാഷേട്ടാ, ഞാൻ പറഞ്ഞ മാട്രിമോണിയിൽ പെൺകുട്ടിയുടെ കാര്യം ആലോചിച്ചോ? നമുക്ക് അവളെ ഒന്ന് പോയി കാണണ്ടേ എന്ന് ചോദിക്കും. അതൊന്നും ശരിയാവില്ല മോളെ എന്ന് പറയാണ് സുഭാഷ്. അതെന്താ സുഭാഷേട്ടാ എന്ന് ചോദിച്ചപ്പോൾ, വെറുതെ അവിടെ പോയിട്ട് അവിടെ വീട്ടുകാരെ കൂടി ബുദ്ധിമുട്ടിച്ചിട്ട് അവസാനം കല്യാണം നടന്നില്ലെങ്കിലോ എന്ന് ചോദിക്കാണ് സുഭാഷ്. സുഭാഷേട്ടൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തവണ നമ്മൾ വീട്ടിലേക്കല്ല പോകുന്നത് എന്ന് നിധി പറഞ്ഞു. വീട്ടിലേക്ക് പോകുന്നില്ലെന്നോ? അതെ, ആ പെൺകുട്ടിയോട് ഞാനൊരു കോഫി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അതിനുശേഷം ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായ മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്?
ഇത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇതൊരു നല്ല ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഭാഷ് ഏട്ടൻ ആ ഒരു കോഫി ഷോപ്പിലേക്ക് പോകണമെന്ന് പറയും. ഒടുവിൽ സുഭാഷും അതിന് സമ്മതിച്ചു. ആ സമയം സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടനെ തനിച്ച് വിടാൻ പറ്റുമോ? കൂട്ടിന് ഞാൻ കൂടെ വരാമെന്ന് പറയും. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, വേണ്ട, നീ പോയിട്ട് എല്ലാം അങ്ങ് കുളമാക്കൊന്നും വേണ്ട. സുധീഷിനെ വിടാൻ അത്ര മനസ്സില്ല എന്ന് നികേഷും പറഞ്ഞു. ഒടുവിൽ നിധി പറയുന്നുണ്ട്, നികേഷെ നീ കൂടെ പോയാൽ മതിയെന്ന് പറയും. ഹരീഷ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏട്ടത്തെയും കൂടെ പൊയ്ക്കോ എന്ന്. അങ്ങനെ നിധിയും നികേഷും സുഭാഷും കൂടി പോവാൻ തന്നെ തീരുമാനിച്ചു. ആ സമയം സുധീഷ് പതുക്കെ ഹരീഷിനോട് പറയുന്നുണ്ട്, എനിക്ക് പോവാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമില്ല, നിധിക്ക് എന്നെ കൊണ്ടുപോകാൻ പേടിയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഓരോ ചളി വർത്തമാനം പറയുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. വേറെ പെൺകുട്ടികളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിധിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഒന്ന് പോടാ അവിടുന്ന്. എന്താ അവിടെ ഒരു വർത്താനമെന്ന് നിധി ചോദിച്ചപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഈ സുധീഷിന് തോന്നുന്നത് മറ്റു പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഏട്ടത്തേക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് അവനെ കൂട്ടാത്തതെന്നാണ്. അത് കേട്ടപ്പോൾ നിധി സുധീഷിനെ രൂക്ഷമായി നോക്കി. സുധീഷാണെങ്കിൽ ആകെ അങ്ങനെ നാണം കെട്ട് ചമ്മി നിൽക്കുകയാണ്. പിന്നീട് അവർ ആ പെൺകുട്ടിയെ കാണാൻ പോവാൻ തന്നെ തീരുമാനിച്ചു. അവർ 3 പേരും ചേർന്നുകൊണ്ടായിരിക്കും ആ പെൺകുട്ടിയെ കാണാൻ പോകുന്നത്. കോഫി ഷോപ്പിലെ ആ ഒരു തണുപ്പിലും സുഭാഷ് ഏട്ടൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. നികേഷും നിധിയും കൗണ്ടറിനടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. എന്നിട്ട് സുഭാഷിനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. നിധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിഗ്നൽ കാണിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് ചിരിക്ക് സുഭാഷ് ഏട്ടാ, ആകെ പേടിച്ചിരിക്കാതെ. അപ്പോഴാണ് ചുരിദാറൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ അതീവ സുന്ദരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ശില്പ എന്നായിരുന്നു അവളുടെ പേര്. കണ്ട മാത്രയിൽ തന്നെ സുഭാഷ് ഏട്ടന് ശില്പയെ ഇഷ്ടമാണെന്ന് പുള്ളിയുടെ മുഖഭാവം കണ്ടാൽ തന്നെ നിധിക്ക് മനസ്സിലായി. രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയപ്പോൾ നികേഷ് പതുക്കെ പറഞ്ഞു, ഏട്ടത്തി നോക്കിക്കേ, സുഭാഷ് ഏട്ടൻ ആകെ മാറിപ്പോയല്ലോ. ഇത്രയും വാചാലനായി സുഭാഷ് ഏട്ടൻ സംസാരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. സംസാരം മറക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കോഫി ഷോപ്പിലേക്ക് സുനന്ദയും അമ്മ ലളിതയും കൂടെ കടന്നു വന്നു. ഹോസ്പിറ്റലിലേക്ക് പോയി വരുന്ന വഴിയായിരുന്നു അവര്. അവിടെ ചിരിച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിനോട് സംസാരിച്ചിരിക്കുന്ന സുഭാഷിനെ കണ്ടപ്പോൾ ലളിതയുടെ മുഖം അങ്ങ് കറുത്തു. ലളിത സുനന്ദയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താണ് സുഭാഷ ഇവിടെ? വലിയ ആഘോഷമാണല്ലോ ഇവിടെ. ഒരുത്തിയുടെ കല്യാണം മുടക്കാൻ നടന്നിട്ട് നീ ഇപ്പോൾ അടുത്ത ആളെ പിടിച്ചോ? ലളിതയുടെ ശബ്ദം കേട്ട് കോഫി ഷോപ്പിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ അവരെ ശ്രദ്ധിച്ചു. ശില്പയാണെങ്കിൽ ലളിതയുടെ സംസാരം കേട്ട് ആകെ പരിഭ്രമിച്ചു പോയി. സുഭാഷേട്ടൻ ഒന്നും മിണ്ടാതാവാതെ അങ്ങ് തരിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നിധി കസേരയിൽ നിന്നും എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ലളിതയുടെ അടുത്തേക്ക് ചെന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ നിധി അങ്ങ് ഗർജിച്ചു. നിർത്തി ലളിതാമേ, ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല, പൊതുസ്ഥലമാണ്. അന്തസ്സായിട്ടൊരു പെണ്ണ് കാണാൻ നടക്കുമ്പോൾ അവിടെ വന്ന് കുളം തോണ്ടാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മര്യാദയുടെ ഭാഷ ഞാൻ അങ്ങ് മറന്നുപോകും. ലളിത വിട്ടുകൊടുത്തില്ല. എടി, 3 മാസം മുൻപ് നീ ആ വീട്ടിലേക്ക് വന്നവളല്ലേ, എന്നിട്ട് നീ എനിക്കിട്ട് പറയുന്നോടി എന്നൊക്കെ ചോദിച്ച് ലളിത ദേഷ്യപ്പെടും. എന്നാൽ നിധി കുലുങ്ങിയില്ല. സുനന്ദക്ക് സുഭാഷേട്ടനെ വേണ്ടെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ, പിന്നെന്തിനാ പുള്ളി വേറൊരു ജീവിതം തുടങ്ങാൻ നോക്കുമ്പോൾ നിങ്ങൾ അതിനിങ്ങനെ നെട്ടോട്ടം ഓടുന്നത്? സുഭാഷേട്ടനെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് അസൂയാണ്. നിധിയുടെ വാക്ക് കേട്ട് ലളിതയ്ക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. സുനന്ദ കണ്ണ് നിറഞ്ഞ് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ലളിതയും സുനന്ദയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ശില്പ സുഭാഷേട്ടനടുത്തേക്ക് വന്നു. എല്ലാവരും വിചാരിച്ചത് ശില്പ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നായിരുന്നു. പക്ഷേ ശില്പ പറഞ്ഞു, സുഭാഷേട്ടാ, എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമായി. ആ വന്ന സ്ത്രീ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളൊന്നും തന്നെ മിണ്ടാതെ നിന്നത് നിങ്ങളുടെ തറവാടിത്തമാണ്. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ അനിയത്തിക്കുള്ള ധൈര്യമുണ്ടല്ലോ, അത് മതി എനിക്ക് ഈ വീട്ടിലേക്ക് വരാനേ. ഇത് കേട്ടപ്പോൾ നിധിയുടെയും നികേഷിൻ്റെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു. സുഭാഷേട്ടൻ്റെ മുഖത്ത് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു പുഞ്ചിരി തന്നെ വിടർന്നു. വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയപ്പോൾ സുധീഷ് ആവേശത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളെന്ന്. നികേഷ് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ സുധീഷ് ചാടി എഴുന്നേറ്റ് നിധിയെ നോക്കി പറഞ്ഞു, നീ മുത്താണ് നിധി, നീ മുത്താണ്. നീ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സുഭാഷേട്ടൻ്റെ ജീവിതം അങ്ങ് ഇരുട്ടിലായി പോയേനെ എന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു കല്യാണ സെറ്റപ്പ് റെഡിയായതോടുകൂടി തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.